പോലീസ് സർവീസിൽ ഇരിക്കുമ്പോൾ അന്വേഷണം നടത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു ലഹരി കേസിന്റെ അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? കുട്ടികൾ മയക്കുമരുന്ന് കഴിച്ച് ജീവിതം നശിച്ചു പോയ കുറേ അനുഭവങ്ങളുണ്ട്. അതിൽ വ്യത്യസ്തങ്ങളായ ഒന്ന് രണ്ടെണ്ണം ഞാനിപ്പോൾ പറയാം. ഞാൻ മലപ്പുറത്ത് ഒരു സ്റ്റേഷനിൽ എസ് ഐ ആയിരിക്കുമ്പോൾ ഒരു അർജൻറ്റ് കോൾ കിട്ടി. അപ്പോൾ അന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഞാൻ ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് ഞാനും 2 പോലീസുകാരും കൂടെ വണ്ടിയെടുത്ത്, അപ്പോൾ കുറച്ച് ഉയർന്ന പ്രദേശമാണ്. അവിടെ ഈ കല്ലൊക്കെ വെട്ടി എടുത്തതിന് ശേഷം വലിയ കുഴിയുണ്ട്. ആ കുഴിയുടെ അകത്ത് 2 പേരെ അവരുടെ മകൻ വെട്ടിയിട്ടിരിക്കുന്നെന്ന് പറഞ്ഞ് അറിഞ്ഞാണ് ഞങ്ങൾ പോയത്. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ച് ലൈറ്റൊക്കെ ഇട്ട് അവിടെ ചെന്ന് പരിചയമില്ലാത്ത ഞാൻ ചെന്ന സമയത്തൊക്കെ ഒരു വഴി കൂടെ പോകുന്ന വഴിക്ക് മല ഇറങ്ങി വരുമ്പോൾ വണ്ടി ജീപ്പിൻ്റെ ബ്രേക്ക് അങ്ങ് പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വല്ലാതെ പേടിച്ചു. പിന്നെ ജീപ്പ് ഒരു സ്ഥലത്ത് ചെന്ന് ഒരാളുടെ മതിലും കുറച്ച് പൊട്ടിച്ച് ഒരു കല്ലും കൊണ്ട് കൂട്ടി ഇടിച്ച് അങ്ങോട്ട് നിർത്തി. താക്കോൽ പോലും എടുക്കാതെ അവിടെ നിന്ന് ചാടി ഓടി. കാരണം ഇയാളെ അവരെ വീണ്ടും വെട്ടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ കൂടെ ഇവനെ കല്ലൊക്കെ എറിഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വളരെ ഓമനിച്ച് വളർത്തിയൊരു പയ്യനാണ്. കോളേജിൽ പഠിക്കാൻ പോയി, അടുത്ത ജില്ലയിൽ പോയി പഠിക്കുമായിരുന്നു. അവിടെ വെച്ച് മയക്കുമരുന്നുകാരുടെ കൂട്ടത്തിൽ പെട്ടു. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടു കൂടിയാണ് ഇവനെ അടുത്ത ജില്ലയിൽ പഠിക്കാൻ വിട്ടത്. പക്ഷേ ഇവനവിടെ പോയി കമ്പനിയെല്ലാം കൂടിക്കഴിഞ്ഞതിന് ശേഷം മരുന്നിനടിമയായതുകൊണ്ട് ഇവിടെ വരുമ്പോൾ അവന് പൈസ വേണം. അപ്പോൾ അച്ഛനും അമ്മയും പാവപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് ഇവൻ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇവൻ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ തല്ലി പൊളിക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം അച്ഛൻ എന്തോ ഇവനോട് ഒന്ന് അടഞ്ഞ് സംസാരിച്ചപ്പം ഇവൻ ചാടി വീട്ടിനകത്ത് കയറി ഒരു വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്ന് അച്ഛനെയും വെട്ടി അമ്മയും വെട്ടി. വെട്ടുക മാത്രമല്ല, അവരെ പിടിച്ച് തള്ളിക്കൊണ്ടുപോയി കുഴിയിലേക്ക് ഇട്ടു. ഇട്ടിട്ട് കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വലിയ ഒരു ആഴമുള്ള കുഴിയിലേക്ക് നിങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്പ് വഴിയാണ് ആൾക്കാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നത്. വളരെ നേർത്ത സ്റ്റെപ്പാണ്. ഇവൻ ആ സ്റ്റെപ്പിൻ്റെ പകുതിക്ക് വന്ന് ഒരു വെട്ടുകത്തിയും കൈ പിടിച്ച് ഇവരാരും രക്ഷിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. നോക്കണം, ഓമനിച്ച് വളർത്തിയ മകൻ രക്ഷപ്പെടാൻ അയച്ചിട്ട് അവൻ അവർക്ക് വലിയ ശത്രുവിനെ പോലെ അവരോട് പെരുമാറുകയും വെട്ടുകത്തി കൊണ്ട് വെട്ടിയിട്ട് അയാളുടെ കൈ മുറിഞ്ഞ് തൂങ്ങിക്കിടക്കുകയാണ്. അമ്മയുടെ കഴുത്തിൽ വെട്ടിയതാണ്. ഷോൾഡർ വലിയ ഒരു മുറിവ്, കാലിലൊരു മുറിവ്. പക്ഷേ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവൻ സമ്മതിക്കുന്നില്ല. പക്ഷേ വീണ്ടും വന്ന് ഇവരെ ഉപദ്രവിക്കാതിരിക്കാൻ നാട്ടുകാർ കല്ലൊക്കെ എറിഞ്ഞ് ഇവനെ ദൂരെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് യൂണിഫോമിൽ ആൾക്കാർ ഇറങ്ങി ചെല്ലാണ്ട്, അപ്പോൾ അവൻ സ്റ്റെപ്പിൻ്റെ പകുതിയിൽ നിൽക്കുകയാണ് വെട്ടുകത്തിയായിട്ട് ഇറങ്ങി ചെല്ലാൻ ഞങ്ങളെ ഉപദ്രവിക്കാൻ. അപ്പോൾ എന്തായാലും പിടിക്കാതിരിക്കാൻ വയ്യല്ലോ. ഞാൻ ഫ്രണ്ടിൽ 2 പോലീസുകാരെ പുറകിലായിട്ട് ഇവൻ്റെ അടുത്ത് വന്നപ്പോഴേക്ക് എൻ്റെ പുറകിൽ നിന്ന ഒരു പോലീസുകാരൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാനിവനെ പിടിക്കാനായിയാണ്. അതിനു മുമ്പ് അയാൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ പുറകിൽ നിന്ന് ചാടി വീണ് ഇവനെ കാലുകൊണ്ട് ചവിട്ടി താഴേക്കിട്ടു. കുറച്ച് ഉയരത്തിൽ നിന്ന് അവൻ താഴെ വീണ് കയ്യിലെ കത്തി തെറിച്ചു പോയി. ഞങ്ങളെല്ലാവരും കൂടെ പുറകെ ചാടി അവിടെ ഇട്ട് പിടിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഇയാളെ കൊണ്ട് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങളുടെ ജീപ്പ് ബ്രേക്ക് പോയല്ലോ. പിന്നെ അടുത്തുള്ള ഒരാളെ പോയി ഓടിച്ചെന്ന് വിളിച്ചിട്ട് അയാളുടെ കാറിൽ കയറ്റി ഞങ്ങൾ ഇയാളെ കൊണ്ടുപോയി. നോക്കണം, ഒരു മകന് കൊടുക്കാനുള്ള എല്ലാ സ്നേഹവും പണവും ഒക്കെ കൊടുത്ത് വിദ്യാഭ്യാസപരമായി അവനെ രക്ഷിച്ച് നല്ല രീതിയിലാക്കാൻ വേണ്ടിയുള്ള പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും ശ്രമം തകർത്തത് ആ മയക്കുമരുന്നാണ്. അവർക്ക് പിന്നെ അത്രയ്ക്കേ കഴിയുള്ളൂ. അവരുടെ ജില്ലയിൽ അവരുടെ നോട്ടത്തിൽ നിൽക്കുന്നൊരു സ്ഥലത്തല്ലായിരുന്നു, അടുത്ത ജില്ലയിൽ പോയി പഠിക്കാൻ. അപ്പം അവൻ ഈ കൂട്ടത്തിലേക്ക് പോയാലും അവരറിഞ്ഞില്ല. പാവങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് അമ്മയുടെ കരച്ചിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങളുടെ ഏക പ്രതീക്ഷയായിരുന്നു, സാർ ഇവന് ഭ്രാന്തായി പോയല്ലോ എന്ന് പറഞ്ഞാണ് അവർ കരയണം. ഞാൻ പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല, നമുക്ക് അവനെ ചികിത്സിച്ചതിന് ശേഷം കൗൺസിലിങ്ങൊക്കെ കൊടുത്തിട്ട് ആ സ്ഥലത്തുനിന്ന് മാറ്റി, ആ കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റി ഇവിടെ കൊണ്ടുവന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പഠിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ചില ലീഡേഴ്സിൻ്റെയൊക്കെ സഹായത്തോടുകൂടി അവൻ അടുത്ത് തന്നെയുള്ളൊരു കോളേജിൽ ഞങ്ങൾ അഡ്മിഷനൊക്കെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോഴുണ്ടാകുന്ന ചെറിയൊരു പാകപ്പിഴ പോലും നമ്മുടെ എല്ലാവരുടെയും ജീവിതം മാറ്റിമറിക്കുന്ന ഒരു രീതിയിലേക്ക് ആയി പോകാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ദുരന്തമായ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ കൊച്ചിയിൽ ഒരു സ്ഥലത്ത് സബ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ മയക്കുമരുന്ന് പിടിക്കുന്നത് അതൊരു ദിനചര്യ പോലെയാണ്. ഇതിനെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം അന്ന് ബെഹ്റസാരായിരുന്നു കമ്മീഷണർ. അപ്പോൾ അദ്ദേഹം ഭയങ്കര പർട്ടിക്കുലറാണ്. നമ്മൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പിടിച്ചേ പറ്റൂ. ഞങ്ങളങ്ങനെ നടക്കുമ്പോൾ കുറേ പേര് മഫ്തിയിലൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞു, ഇവിടെ ഒരു കൊച്ചു പയ്യൻ മരുന്ന് കഴിക്കുന്നുണ്ടവൻ, വിൽപ്പന നടത്തുന്നുണ്ടോ സംശയമുണ്ട്, നമുക്ക് അവനെ ഒന്ന് നോക്കണം സാർ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പം ഞാൻ കണ്ടത്, അന്ന് എറണാകുളം ജില്ലയിലെ മിഡിൽ ഡിസ്റ്റൻസ് റണ്ണിങ്ങിൽ ഏറ്റവും സൂപ്പറായിട്ട് ഓടുന്ന ഒരു പയ്യൻ. അവനെ കണ്ടാൽ, അവൻ്റെ കാലൊക്കെ കണ്ടാൽ നമുക്ക് ഒരു അത്ലറ്റിൻ്റെതായ എല്ലാ ഭാവങ്ങളും എല്ലാ
ഇതുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ളൊരു ചെക്കൻ. അവനിത് അടിക്കുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇങ്ങനെ ഇവൻ നശിച്ചു പോകും. അപ്പോൾ ആൾക്കാർ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയത് ഇത് കഴിച്ചാൽ കൂടുതൽ വേഗത്തിൽ ഓടാവുന്നോ എന്തൊക്കെയോ പറഞ്ഞ് ആ ചെക്കനെ തെറ്റിദ്ധരിപ്പിച്ചാണ്. 10-17 വയസ്സ് കാണുമായിരിക്കും, 10-17 വയസ്സേ ഉള്ളൂ. ഞങ്ങളവനെ കൂട്ടിക്കൊണ്ട് വന്നു. കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട്, കാരണം ആരും അവനോടൊന്നും അനാവശ്യ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പതുക്കെ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തി. സ്റ്റേഷനിലും അല്ല, അപ്പുറത്ത് AC റൂമിൻ്റെ പുറകിൽ ഞങ്ങളെല്ലാവരും കൂടെ റെസ്റ്റ് എടുക്കുന്ന റൂമുണ്ട്, അവിടെ കൊണ്ട് എഴുതി ഇവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നത് ഇവന് കൊടുക്കുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ കുരുന്ന പ്രായത്തിൽ ഇത്രയും ഭാവിയുള്ളൊരു ചെക്കനെ എങ്ങനെ, അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവൻ്റെ അച്ഛൻ നല്ല കൊള്ളാവുന്നൊരു ജോലിയുള്ള ഒരാളാണ്. അത് ഞാൻ പറഞ്ഞാൽ ഇപ്പം കൊച്ചിക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകും ആളാരാണ്, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അയാളുടെ മോനാണ്. അപ്പം ഞങ്ങളിവിടെ ഇവനെ ഇങ്ങനെ ചോദിക്കുന്ന കാര്യം പറഞ്ഞിട്ട് പുള്ളി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് പകരം നേരെ ഒരു വക്കീലിനെ വിളിച്ച് കോടതിയിലേക്ക് പോയി. എന്നിട്ട് 2 ദിവസമായിട്ട് ഈ കുട്ടിയെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ഇല്ലീഗൽ കസ്റ്റഡി വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് കോടതിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ അയക്കാൻ ഉത്തരവ് വാങ്ങിച്ചു. ഭാഗ്യത്തിന് അന്ന് രാവിലെ കണ്ടതേ ഉള്ളൂ ആ ചെക്കനെ. ആ കോടതിയിലുള്ളൊരു പോലീസുകാരൻ അവിടെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ വരുന്നുണ്ട്, സ്റ്റേഷൻ പരിശോധിക്കാനാണ്, ആ കുട്ടിയെ കിട്ടിയാൽ വലിയ പ്രശ്നമാവും, അതുകൊണ്ട് അയാളെ പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ അയാളുടെ ബന്ധുക്കളെ ആരെയോ വിളിച്ച് വരുത്തിയിട്ട് കുട്ടിയെ കൊടുത്തയച്ചു. അഡ്വക്കേറ്റ് കമ്മീഷൻ അപ്പോൾ തന്നെ വന്നു. കുറച്ച് ആൾക്കാരൊക്കെ കൂട്ടിയാണ് വന്നത്. പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്നു. നാട്ടുകാർ പോലീസിനോട് ഇത്തിരി വൈരാഗ്യമുള്ളവരൊക്കെ അവിടെ കിടന്ന് കുറച്ച് ഷോയൊക്കെ കാണിച്ചു. ഞങ്ങൾ വക്കീലിനകത്ത് ചായയൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് മറ്റവന്മാരൊക്കെ ചൂരയിൽ കൊണ്ട് ഓടിച്ചു. അങ്ങനെ അവിടെ ഒരു വലിയ സീനൊക്കെ ആയി. പക്ഷേ ഈ ചെക്കനെ ഇദ്ദേഹം വിളിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. കുറച്ച് കാലം കഴിഞ്ഞ്, ഒരു 5-6 മാസം കഴിഞ്ഞാണ് ഇവനെ പല സ്ഥലത്തും വെച്ച് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ്റെ കമ്പനികളെല്ലാം മോശം. ഒരുത്തരെ ഞാൻ ഓർക്കുന്നു. അവൻ ഈ മരുന്ന് അടിക്കുന്നവനാണ്. അവനെ ഞാൻ ഓടിച്ചിട്ടിട്ട് അവൻ കൊച്ചിയിലെ കായൽ 3 പ്രാവശ്യം അപ്പുറം ഇപ്പുറം നീന്തിയ ഒരുത്തനാണ്. വെള്ളം അവൻ അമ്മയെപ്പോലെയാണ്. പക്ഷേ നല്ല ആരോഗ്യമുള്ള, വേണമെങ്കിൽ ഒളിമ്പിക്സിൽ മത്സരിപ്പിക്കാൻ പറ്റിയ ആരോഗ്യമുള്ള ഒരു ചെക്കനായിരുന്നു അവൻ. അവനും ഈ മരുന്നടിച്ച് നശിച്ചു. അവൻ്റെ കൂട്ടത്തിലാണ് ഇവനെ കണ്ടപ്പോൾ പിന്നെ ഞാൻ ഉറപ്പിച്ചു. ഇവന്മാർ പക്ഷേ ഞങ്ങളെ കണ്ടപ്പോൾ ഓടിക്കണം. കുറേ ദിവസം ശ്രമിച്ചിട്ടും കിട്ടിയില്ല. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ എന്നെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, തോപ്പുപടി പാലത്തിൽ നിന്ന് ഒരു പയ്യൻ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്, അവന് കുറച്ച് മരിച്ചുപോയി, അപ്പോൾ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണെന്നറിയാതെ ഞാൻ ചെന്നു. രാത്രി കുറേ ആയിക്കഴിഞ്ഞാൽ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ വെള്ളത്തിൽ നിന്ന് കരക്ക് കയറ്റി ഇട്ടിട്ടുണ്ട്. ബാക്കി നടപടികളൊക്കെ ചെയ്യാൻ തുടങ്ങും. ടോർച്ച് അടിച്ച് നോക്കിയപ്പം എന്നെ ഡ്രൈവർ പറയും തൊട്ടിട്ട് എന്നോട് പറഞ്ഞു, സാർ ഈ ആളെ മനസ്സിലായി ചോദിച്ചു. നമ്മൾ എവിടെയോ പരിചയമുണ്ടല്ലോ, ഈ ചെക്കനെ തിരക്കിയല്ലേ അന്ന് വക്കീൽ കമ്മീഷനും മറ്റേയൊക്കെ വന്നത്. ഞാൻ ചോദിച്ചു, പുള്ളിയുടെ മകനാണോ? എനിക്ക് വല്ലാത്ത ഒരു ഭയങ്കര സങ്കടം തോന്നി. കാരണം കുറച്ചുകൂടെ ഞാൻ ഇടപെട്ട് അയാളെ പോയി കണ്ട് അയാളോട് പ്രഷറൈസ് ചെയ്ത് ഇവനെ ചികിത്സിപ്പിക്കണമായിരുന്നോ എന്നൊരു തോന്നല്. പക്ഷേ ആ പുള്ളിക്ക് നമ്മളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പരാതി എഴുതി അയക്കുകയോ നമ്മളെ എന്തെങ്കിലുമൊക്കെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് പോലൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അന്ന്. നമ്മളോട് വളരെ മോശമായിട്ടാണ് ഇടപെട്ടത്. എങ്ങനെയെങ്കിലും അവിടെ പോയിരുന്നെങ്കിൽ അവനെ രക്ഷിക്കാമായിരുന്നു. അയാൾ ദൂരെ ഒരു കടയുടെ തിണ്ണയിലിരിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് പുള്ളി കണ്ടു. സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമല്ലോ. ഒരു സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞില്ല. പുള്ളി നേരെ എണീറ്റു, എൻ്റെ കയ്യെ കെട്ടിപ്പിടിച്ചു, എൻ്റെ തോളിലോട്ട് ചാഞ്ഞു. ഒരു കരച്ചിലാണ്. ആ കരച്ചിൽ എല്ലാം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ വളർന്ന് വലുതായി വരേണ്ടുന്ന, ഒരുപക്ഷെ കേരളത്തിനോ ഇന്ത്യക്കോ ഒക്കെ അഭിമാനമാകേണ്ടുന്ന അത്രയ്ക്ക് നല്ലൊരു സ്പോർട്സ്മാൻ ആ പയ്യൻ. ഈ ഒരു ആളുടെ കുടുംബ മഹിമ അല്ലെങ്കിൽ അയാളുടെ സ്റ്റാറ്റസിന് പിടിക്കാത്ത രീതിയിലുള്ള ഒരു ജീവിതമാണ് ഞങ്ങൾ അത് നശിപ്പിച്ച് കളയുമെന്നൊരു ചിന്തയോടുകൂടി, വാശിയോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ട് ആ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റില്ല. വളരെ സങ്കടം തോന്നിയൊരു കാര്യമാണ്. അവൻ്റെ ബോഡി എടുക്കുമ്പോൾ അവിടെ കൂടി നിന്ന പലരും ഈ കാര്യം പതുക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കുട്ടികളെ എങ്ങനെ നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അവരുടെ എല്ലാ കാര്യവും നോക്കും. പക്ഷേ അവരുടെ കൂട്ടുകെട്ട് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാതെ പോകുന്നത് വലിയ അപകടമാണ്. ഒരുപക്ഷേ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കോ ഒരുപാട് മെഡലുകൾ വാങ്ങിത്തരേണ്ടുന്ന ഒരു ചെറുപ്പക്കാരനാണ് മരിച്ചുപോയത്. അയാളുടെ അച്ഛൻ്റെ കുടുംബമഹിമയ്ക്കും അയാളുടെ ജോലിക്കുമൊക്കെ നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് മോശമുണ്ടാകുന്നൊരു ചിന്തയാണ് മകനെ അങ്ങനെ പ്രതിരോധിക്കാൻ ഇടയായതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു പക്ഷേ ഞാനും കൂടെ ഇടപെട്ട് കുറച്ച് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ
എന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിച്ച് പോകാറുണ്ട്. ഇങ്ങനെ നമ്മളെ പ്രതിരോധിക്കുമ്പോൾ പക്ഷേ അതിന് സാധ്യമാകാറുമില്ല. നമ്മൾ എന്തൊക്കെ കൊടുത്താലും വിദ്യാഭ്യാസവും ബാക്കി എല്ലാം ആരോഗ്യവും ഒക്കെ കൊടുത്താലും കുട്ടികളുടെ ഈ രീതിയിലുള്ള ഒരു പോക്കിന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം മാത്രമല്ല അവരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവരുടെ ജീവിതവും നശിച്ചു പോകാനിടയുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന ഘടകം. ഡ്രഗിന് അടിമപ്പെട്ട ഒരു കുട്ടിയുടെ അത്ഭുതകരമായൊരു രക്ഷപ്പെടലിൻ്റെ ഒരു സംഭവം കൂടെ ഞാൻ പറയാം. ഞാൻ അന്ന് AC എറണാകുളമാണ്. അപ്പം അവിടേക്ക് ഡ്യൂട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൻ്റെ കുറച്ചപ്പുറത്ത് മാറി ഒരു കടയുണ്ട്, ഒരു ചെറിയൊരു ഹോട്ടൽ. അതിൻ്റെ സൈഡിൽ ഒരു കലുങ്കുണ്ട്. ആ കലുങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു ഭ്രാന്തി പിടിച്ച ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ പോകുമ്പോൾ ഇയാൾ കൈ നീട്ടുകയൊക്കെ ചെയ്യും. ഒരിക്കലും ഞാൻ അങ്ങനെ തിരിച്ചു വരുമ്പം കയ്യിൽ ഓറഞ്ചൊക്കെ ഉണ്ടാകും. അപ്പം ഞാൻ ഈ വണ്ടിയിനകത്ത് മിക്കവാറും ഓറഞ്ച് വാങ്ങിച്ചു വയ്ക്കും, വെള്ളം ചിലപ്പോൾ കിട്ടാതെ വന്നാലോ. വണ്ടി നിർത്തിയായി അയാളെ വിളിച്ചൊരു ഓറഞ്ച് കൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ ഓറഞ്ച് കൈ വാങ്ങിച്ചിട്ട് താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവൻ്റെ മനസ്സിൽ എവിടെയോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഭ്രാന്തിൻ്റെയൊക്കെ മുകളിൽ നന്ദി വാചകം അവൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. തിരിച്ചുപോയി ഒരു പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ആ കടക്കാരനോട് പറയും. അപ്പോൾ അയാൾ ഭക്ഷണം കൊടുക്കും. ചിലപ്പോൾ കുറച്ച് ദിവസം അയാൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഒരു കണ്ണ് ഒരു കരുതൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച് ചെക്കൻ തീരെ ചെറിയ പ്രായമാണ്, അത് കാണുമ്പോഴറിയാം. പക്ഷേ ദേഹം മുഴുവൻ അഴുക്കാണ്, പാൻറ്റും ഇട്ടിരിക്കുന്ന ഷർട്ടും ഒക്കെ കീറിയിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെയൊക്കെ പുറത്ത് വലിയ അടുക്ക് കണക്കിന് അഴുക്കുണ്ട്. മുഖമൊന്നും കഴുകിയിട്ടില്ല, അവിടെ എല്ലാം അഴുക്കുണ്ട്. കുറച്ച് താടി വളർന്നിട്ടുണ്ട്, മുടി വളർന്നിട്ടുണ്ട്, ഒറിജിനൽ. പക്ഷെ കണ്ണിനകത്ത് എന്തോ ഒരു പ്രത്യേകത, ആൾക്കാരെ കാണുമ്പോഴൊക്കെ ഒരു പ്രത്യേക അടുപ്പവും ഒക്കെയാണ്. അപ്പം എൻ്റെ കൂടെ അന്ന് എൻ്റെ ഡ്രൈവ് ചെയ്യുന്ന ഒരു വിനീതുണ്ട്, ഇപ്പോൾ അയാൾ SI ആണ് എറണാകുളത്ത്. പിന്നെ ഞാൻ സ്ക്വാഡിലെ ജേക്കബ്, കുമാർ, ദിലീപ്, ഞങ്ങളെല്ലാം കൂടെയാണ് സാധാരണ അപ്പം ഞങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തു, നമുക്ക് ഇവനെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലൊന്ന് കാണിച്ചാലോ. അപ്പോൾ എൻ്റെ തലയിൽ ഈ ഒരു വിഷയം കിടപ്പുണ്ട്. ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ഏതെങ്കിലും കൊള്ളാവുന്ന ഒരുത്തൻ പെട്ടെന്ന് എങ്ങനെയോ വഴിതെറ്റിപ്പോയതാണോ, ആരാണെങ്കിലും നമ്മൾ നോക്കും. ഞങ്ങളവനെ പതുക്കെ ഒരു ദിവസം വിളിച്ചു. നാട്ടിലെ 1-2 പയ്യന്മാരുണ്ട്, അവരുടെയൊക്കെ സഹായത്തോടെ കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിച്ചു, പഴയ 1-2 പാൻറ്റും ഷർട്ടും ഒക്കെ ഇടിച്ച് ഇയാളെ കൊണ്ടുപോയി ഒരു റിപ്പോർട്ടൊക്കെ എഴുതി തൃശ്ശൂരത്തെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം, പിന്നെ ഇടയ്ക്ക് ഹിന്ദി വാക്കും പറയുന്നുണ്ട്. അപ്പം ഞാൻ പണ്ട് ഞങ്ങളുടെ വീടിനടുത്തുകൂടെ ഒരുത്തൻ ദില്ലി ബംബൈ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഹിന്ദി പറഞ്ഞുകൊണ്ട് പോകണ കേൾക്കുമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തത് ഇതുപോലെ ഒരു ജീവിയായി ആരും ശ്രദ്ധിക്കപ്പെടാതെ അവസാനിച്ച് പോയേക്കുന്നൊരു ചിന്തയാണ് ഞങ്ങളെ അവിടെ കൊണ്ട് എത്തിച്ചയാളെ. ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞപ്പം ഞങ്ങൾ വണ്ടിയിൽ സന്ധ്യയ്ക്ക് പോകുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പഴയ കക്ഷി കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്, ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ട്, പഴയ കരിങ്കിൽ പഴയ ദിശയിൽ നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് തന്നെയല്ലേ ആൾ മുടി വെട്ടിയപ്പം? അത് തന്നെ. അപ്പോൾ ഞങ്ങളെന്തോ തിരക്കിട്ട് പോകുമായിരുന്നു. രാത്രി 1 മണിക്ക് വരുമ്പോൾ ഇയാൾ റോഡിൽ ഇറങ്ങി നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു ഇവനെ നമുക്ക് ഒന്നുകൂടെ കൊണ്ടുപോകണം. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോൾ അവിടെയുള്ള 1-2 നാടൻ പട്ടി കൂടെ ഇയാളെ നല്ലപോലെ കടിച്ച്, പാവം പാൻറ്റും കീറി, ബ്ലഡൊക്കെ വരുന്നുണ്ട്. ആരും നോക്കുന്നുമില്ല. ഭ്രാന്തനായതുകൊണ്ട് ചെന്ന ഞങ്ങളടുക്ക് വന്നു. പിന്നെ മുറിവൊക്കെ കഴുകാൻ ഏർപ്പാടൊക്കെ ചെയ്ത്, ഇന്നത്തെ പോലെ ശാസ്ത്രീയമായ കഴുകൊന്നുമല്ല, അവിടെ നിന്ന് കുറച്ച് വെള്ളം മേടിച്ച് സോപ്പിട്ട് കഴുകി കളഞ്ഞിട്ട് നേരെ ജനലാശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുപ്പിച്ചിട്ട് നേരെ വീണ്ടും മറ്റേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ 2ാം പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പം അവർ പറഞ്ഞു പോലീസുകാർ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഇയാൾ ഇനിയും ചാടിപ്പോവും, ഞങ്ങൾക്ക് നോക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും നോക്കട്ടെ, ഞങ്ങൾ ആരെങ്കിലുമൊക്കെ നിർത്താം. അപ്പോൾ അടുത്തുള്ള കുറച്ച് പേരെയൊക്കെ പറഞ്ഞ് അവരെ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ പോന്നു. ഒരു 1.5 മാസത്തിന് ശേഷം 1-2 മാസത്തിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയിപ്പ് വന്നു, ഇയാളിപ്പോൾ കുഴപ്പമൊന്നുമില്ല, വളരെ നല്ല രീതിയിലിരിക്കുന്നു, അയാളെ ഡിസ്ചാർജ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു സ്റ്റേഷനിൽ കിടക്കുന്ന ജീപ്പിൽ 2 പോലീസുകാരെ തന്നെ അയച്ച് അയാളെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവന് മെമ്മറിയൊക്കെ ക്ലിയറായി. അവൻ +2 കഴിഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അച്ഛനെയൊക്കെ പറഞ്ഞാൽ ഡൽഹിയിലുള്ളവർ പെട്ടെന്ന് അറിയും. ഒരു ക്ലാസ് 1 ഓഫീസറാണ്, അമ്മയ്ക്ക് നല്ല ജോലിയുണ്ട്, 2 മക്കളുണ്ട്. ഇവന് താഴെയുള്ള ഒരാളാണ് വേറെയുള്ളത്. ഇവൻ വീട്ടിൽ 2 പേർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. അച്ഛൻ രാവിലെ പോകും, അമ്മയ്ക്കും ജോലിക്ക് പോകണം. അപ്പോൾ ഇവൻ ഈ ബാക്കിയുള്ള സമയം മുഴുവൻ കുറച്ച് കാലം ഇങ്ങനെ കറങ്ങി നടന്നതിന് ശേഷം ഒരു കമ്പനിയിൽ, കൂട്ടുകാരുടെ കമ്പനിയിൽ പെട്ടു. അവർ പതുക്കെ ഡ്രഗ്സ് അടിക്കാൻ തുടങ്ങിയ കമ്പനിയായിരുന്നു. ആ കൂട്ടത്തിൽ പെട്ടു. പതുക്കെ അവൻ്റെ സ്വഭാവം മാറി. പിന്നെ അവൻ എപ്പോഴും മരുന്ന് വേണമെന്നായി.
വീട്ടിലവൻ അച്ഛനെയും അമ്മയൊക്കെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇതാണ് കാരണം എന്ന് അവർക്ക് മനസ്സിലായില്ല. ഇവനെന്തോ വട്ടായോ, ഇവൻ്റെ സ്വഭാവം മോശമായല്ലോ എന്നൊക്കെയാണ് ചിന്ത. അപ്പൻ ഇവനുമായിട്ട് വലിയ ഗുസ്തിയൊക്കെ ഉണ്ടാക്കി, അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷെ നന്നായില്ല. അമ്മ കരഞ്ഞു പറഞ്ഞു നോക്കി, നന്നായില്ല. അപ്പോൾ പക്ഷേ ഇതിൻ്റെ മൂല കാരണം ഇതാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഇവൻ ഒരു തലതിരിഞ്ഞ കൂട്ടുകാരുടെ കൂടി തലതിരിഞ്ഞു പോയി എന്നൊരു ചിന്തയിൽ ഇവനെ പുറകെ നിന്ന് നോക്കിയിരുന്നെങ്കിൽ എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് മനസ്സിലാകുമായിരുന്നു. ഇപ്പം ചില ദിവസങ്ങൾ വീട്ടിൽ വരത്തില്ല, വന്നാൽ തന്നെ എല്ലാവരോടും മോശമായി പെരുമാറും, എന്തെങ്കിലുമൊക്കെ തല്ലിപ്പൊട്ടിക്കും, എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകും, അമ്മയുടെ മാല പിടിച്ചു പറിക്കാൻ നോക്കി, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളായി. ഇവനെ അങ്ങനെയാണ് ഇവൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവൻ പറഞ്ഞ അഡ്രസ്സിൽ ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് അമ്മ അപ്പം തന്നെ അമ്മാവനെയും കൂട്ടി, അച്ഛൻ വന്നില്ല. പുള്ളിക്ക് പഴയ ഒരു ദേഷ്യവും മകൻ വഴിതെറ്റിപ്പോയതിൻ്റെ ഒരു വലിയ സങ്കടമൊക്കെ ഉണ്ട്. കുറഞ്ഞിട്ട് പുറത്തറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അമ്മ അടുത്ത ഫ്ലൈറ്റിൽ അമ്മാവനെയും കൂട്ടി വന്നു. അമ്മാവനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് അമ്മയെ കണ്ട രംഗം നമുക്ക് ഭയങ്കരമായ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നതിനേക്കാളും വികാര തീവ്രമായ രംഗമായിരുന്നു. അപ്പം നഷ്ടപ്പെട്ടു പോയ മകനെ തിരിച്ച് കോലം കുറച്ചൊക്കെ മാറിയെങ്കിലും തിരിച്ചു കിട്ടിയുള്ള സന്തോഷവും സങ്കടവും എല്ലാം കൂടെ അമ്മ മകനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ വഴിതെറ്റിപ്പോയി, ഞാനിങ്ങനെ അവിടുത്തെ ഡ്രഗ്സ് അടിക്കുന്ന കൂട്ടത്തിലാണ് പോയത്. അപ്പോൾ അവർ കുറച്ച് പേരൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവരൊക്കെ തന്നെയാണ്, അവരെല്ലാം കൂടെയാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരാൻ വേണ്ടി അവർ നിർബന്ധിക്കും. വീട്ടിൽ നിന്ന് കിട്ടാതെ വരുമ്പോഴാണ് ഞാനതൊക്കെ ചെയ്തത്. അപ്പോൾ അവർക്ക് അപ്പോഴാണ് ഈ തെറ്റെല്ലാം മനസ്സിലായത്, എന്തുകൊണ്ടാണ് ഈ ചെക്കൻ വഴിതെറ്റിപ്പോയത്. പിന്നെ അവർ എൻ്റെ നമ്പറൊക്കെ വാങ്ങി. ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല. അമ്മയും അമ്മാവനും കൂടെയല്ലേ കൊണ്ടുപോകുന്നത്. അവർ ഇവനെ കൊണ്ടുപോയി. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇനി കൈവിട്ടാൽ അവനെ പിന്നെ തിരിച്ചു കിട്ടാത്ത വിധം നശിച്ചു പോകും. കണ്ണിൽ എണ്ണ ഒഴിച്ച് ഈ മകനെ നോക്കിക്കൊള്ളണം. ഞാൻ നോക്കും സാറേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ ചെന്നതിന് ശേഷം പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. വലിയ ഉദ്യോഗസ്ഥനാണ്. എനിക്ക് താങ്ക്സ് ഒക്കെ പറഞ്ഞു. കാര്യം കണ്ടുപിടിക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു. ഞാൻ പറയും വളരെ മോശം ഒരു പിതാവാണ് താങ്കൾ, എനിക്ക് ഉള്ള കാര്യം നേരെ. അപ്പം ശരിയാണ്, എനിക്ക് അവനെ നോക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഉദ്യോഗവും ബാക്കി കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. എൻ്റെ സമ്പാദ്യമാകേണ്ടിരുന്ന മക്കളിൽ മൂത്തവനെ ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അയാൾ എന്നോട് അഡ്മിറ്റ് ചെയ്തു. ഇനി നോക്കണം എന്ന് പറഞ്ഞു. കുറേ കാലത്തിന് അതിനുശേഷം അവർ പോയി. പിന്നെ വിളിച്ചത് അവിടെ ചെന്നതിന് ശേഷം ഒരു പ്രാവശ്യം വിളിച്ചു, ഞങ്ങളെത്തി, സേഫായിട്ട് ഇരിപ്പുണ്ട്, അവനെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ ആ വിഷയം മറന്നുപോയി. അവൻ്റെ പേരൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ച് കാലത്തിന് ശേഷം ഞാൻ അവിടുന്ന് ട്രാൻസ്ഫറായി, പ്രൊമോഷനായി. ഞാൻ ട്രിവാൻഡ്രത്ത് SP ആയിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കോൾ അവിടെ ഉള്ളപ്പോൾ എനിക്ക് എൻ്റെ മൊബൈലിലേക്ക് വന്നു, എൻ്റെ പേഴ്സണൽ മൊബൈൽ. ഞാൻ ഫോൺ എടുത്തപ്പം ഹിന്ദി ഇംഗ്ലീഷും നല്ല ഭംഗിയായി സംസാരിക്കുന്ന ഒരു ശബ്ദം എവിടെയോ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പം അവൻ ഒന്ന് ചെറുതായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ ആ കരിങ്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു ആളെ ഓർമ്മയില്ലായിരുന്നു. ഞാനപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. ശരി നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടോ? ആദ്യം ഞാൻ വിചാരിച്ചു വീണ്ടും വല്ല കുഴപ്പത്തിലും ചാടിയിട്ട് എന്നെ വിളിക്കുകയാണോ. പറഞ്ഞല്ല, ഞാനിപ്പം കാനഡയിലുണ്ട്, ഞാൻ റിസർച്ച് ചെയ്യുകയാണ്. അവിടെ എനിക്കൊരു ചെറിയ ജോലിയൊക്കെ ഉണ്ട്, ഞാൻ റിസർച്ച് ചെയ്യാണ് സാർ. വളരെ ഉപകാരം, നന്ദി, എപ്പോഴെങ്കിലും പറയണം. അപ്പം ഞാനോർത്തു നമ്മൾ സഹായിച്ചിട്ടുള്ള പലരും തിരിഞ്ഞു നോക്കാതെ ഒരു നന്ദി വാക്ക് പോലും പറയാതെ പോയപ്പം ഇവൻ നമ്മളെ ഓർത്തിരുന്നല്ലോ. അപ്പോൾ നശിച്ചു പോകേണ്ടിയിരുന്ന ഒരു ജീവിതത്തെ എങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് കാണിക്കുന്നൊരു വലിയ സംഭവമാണിത്. ആ അച്ഛനും അമ്മയ്ക്കും ആദ്യം അറിയില്ലായിരുന്നു. പക്ഷേ അവനെ വീണ്ടും തിരിച്ചെടുക്കാൻ അവർ വളരെ പ്രയത്നം നടത്തി കാണും. അവൻ്റെ കൂടെ നിന്ന് അവന് സ്നേഹം കൊടുത്ത് പഠിപ്പിച്ച് അവനെ നല്ല നിലയിലാക്കി അവന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും ചെയ്തു കൊടുത്ത ആ അച്ഛനും അമ്മയാണ് മാതൃകാ ദമ്പതികളെന്ന് പറയേണ്ടി വരും. സർ, ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാം? ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗം അവർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങും. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്ന കുട്ടികൾ തന്നെ ഇത് കഴിക്കാൻ തുടങ്ങിക്കഴിയുമ്പം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൂട്ടുമാറി പോകാൻ തുടങ്ങും. അവർ വേറൊരു സർക്കിൾ ഉണ്ടാക്കും. ഇത് ഉപയോഗിക്കുന്നവരുടേതായ വേറൊരു സർക്കിൾ ഉണ്ടാക്കും. ഒന്ന്, മുമ്പ് തമാശ പറഞ്ഞാൽ അവരതൊക്കെ ഉൾക്കൊള്ളുകയും ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ചിലപ്പോൾ ഇവരുടെ സ്വഭാവം മാറും, നമ്മുടെ നേരെ വയലൻ്റ് ആകും, നമ്മളെ അടിക്കാൻ വരും, പിടിക്കാൻ വരും, അങ്ങനെയൊക്കെ ചെയ്യും. മൂന്ന്, ഇവർ സമൂഹത്തിൽ നിങ്ങളിൽ നിന്നൊക്കെ മാറി എപ്പോഴും കൂട്ടത്തിൽ കൂടുകയും ക്ലാസ്സിൽ വരാതിരിക്കുക, ക്ലാസ് കട്ട് ചെയ്ത് പോവുക, എവിടെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയിരിക്കുക, ഇതൊക്കെയാണ് അടുത്തൊരു സംഭവം. പിന്നെ മാതാപിതാക്കളോട് പോലും വളരെ മോശമായിട്ട് ഇടപെടും, നിങ്ങളോട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെ ഒരു പ്രകടമായ മാറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമ്മൾ
പിന്നെ പണം എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കും. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മോഷണം നടത്തിക്കൊണ്ട് പോയി അവർ ഈ പണം കൊടുത്തിട്ട് ഈ സാധനം മേടിക്കാൻ നോക്കും. പിന്നെ എപ്പോഴും തലവേദന, ഉറക്കം, അങ്ങനെയൊക്കെയുള്ള ഒരു ശാരീരികവും മാനസികവുമായ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചറോട് രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, ഇയാൾക്ക് എന്തോ വ്യത്യാസം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്, ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ അവർ മുതിർന്നവരാണ്, അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും. ഇതിൻ്റെ ദോഷവശങ്ങളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അപ്പനെ വെട്ടുന്നവൻ, അമ്മയെ വെട്ടുന്നവൻ, അല്ലെങ്കിൽ സ്വയം നശിച്ച് വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നവൻ, ഇങ്ങനെയൊക്കെ ഒരു നാശത്തിലേക്ക് പോകാതെ നമ്മളിപ്പോൾ അവസാനം കണ്ടതുപോലെ അവൻ കാനഡയിലോ അതുപോലെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ പറ്റും. അതാണ് നമുക്ക് അവരോടുള്ള വലിയ ഉത്തരവാദിത്വം.